ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഷോർട്ട് ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ആയിരുന്നു. പകുതി സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ സിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ സിബിൻ്റെ നല്ല ഭാഗം അകത്തേക്കാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഈ സ്റ്റിച്ച് ഇടുന്ന ഭാഗം ചീത്ത ഭാഗമാണ് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനെ 4 മടക്കി ഇട്ടിട്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് 8.75, വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത് 7.75 കേട്ടോ. ഇനി നമുക്ക് ഇതിലൊരു സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ പിന്ന് വെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് വള്ളി വെക്കാനായിട്ട് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 25 ലെങ്ത്തിലും ഒരു ഫാബ്രിക് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി ഇതിനെ മടക്കി ഒരു ഭാഗം നല്ല ചരിച്ച് കോണായിട്ടാണ് ആദ്യത്തെ സ്റ്റിച്ച് പോയേക്കുന്നത്. പിന്നെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. കോണായിട്ട് ഇട്ടിട്ട് ഇനി ഈ തുണിയൊന്ന് തിരിച്ചിട്ടെടുക്കാം. ബാലൻസ് വേണ്ടാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ തുണിയെ തിരിച്ചിട്ടെടുക്കുവാണേ. ഇനി ആ സ്റ്റിച്ചിൻ്റെ താഴ്ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ടാണ് സിബ് വള്ളി വെച്ച് കൊടുക്കുന്നത്. വള്ളി വെക്കുന്ന ഭാഗത്ത് ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവേ. ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വള്ളി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് പഫിൻ്റെ നമ്മൾ 5 ഇഞ്ച് ഇട്ടില്ലേ, അതൊന്ന് പഫ് ജസ്റ്റ് ഫ്രില്ലിട്ടെടുക്കുവാണ്. അപ്പോൾ ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണേ ഫ്രില്ലിട്ടെടുക്കുന്നത്. എന്നാൽ മാത്രമേ ഫ്രില്ലൊന്ന് പൊങ്ങി നിൽക്കത്തുള്ളേ. ഇനി നമ്മളെടുത്ത പട്ടക്കെടുത്ത തുണിയുടെ 2 ഭാഗവും മടക്കി അടിക്കുന്നുണ്ട്, 2 സൈഡും. ഇതേപോലെ. ഇനി നമ്മുടെ പഫിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ മടക്കി വെച്ച് സ്റ്റിച്ചിട്ടെടുക്കുവാണ്. ടോട്ടൽ നമ്മുടെ ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് വരേണ്ടത് 10 ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കാം സ്ലീവിലേക്ക്. സെൻറ്ററിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുവാണേ. ഞാൻ എപ്പോഴും സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. എനിക്കതാണ് ഒന്നുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ സൈഡ് ജോയിൻ ചെയ്തെടുക്കും. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് സ്ലീവിൻ്റെ അവിടെ നിന്ന് റൗണ്ട് വരുന്നത് എനിക്ക് 10. അപ്പോൾ 5 മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ചെസ്റ്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുത്തേ. എത്ര സ്റ്റിച്ചാണോ വേണ്ടത് അത്രയും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബാലൻസ് തുണി കട്ട് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ 2 സൈഡും ജോയിൻ ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ആ വേസ്റ്റിൻ്റെ ഭാഗമല്ലേ, അവിടെ ഒന്ന് അളന്ന് നോക്കുക എത്രയാണ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ നമുക്ക് 31ഓളം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി താഴ്ഭാഗം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ താഴ്ഭാഗത്തെ ലൈനിങ്ങും അടിഭാഗം മടക്കി അടിക്കണം. അതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. പിന്നെ ചെയ്യാനുള്ളത് മടക്കി അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ.
പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഫ്രില്ലിട്ട് 31 നമുക്ക് അളന്നപ്പോൾ കിട്ടിയ വേസ്റ്റിൻ്റെ അളവ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പൂടെ ചേർത്തെടുക്കണേ. 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി നമുക്ക് 32 ആണ് ഫ്രില്ലിട്ടെടുക്കേണ്ട അളവ്. ഇതേ രീതിയിൽ ലൈനിങ്ങിൽ നമ്മൾ അതേപോലെ ഫ്രില്ലിട്ടെടുക്കണം കേട്ടോ. ലൈനിങ്ങിൽ 1/2 ഇഞ്ച് കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ജോയിൻ ചെയ്തിട്ട് ഫ്രില്ലിട്ടെടുക്കാത്തത്. മനസ്സിലായോ? അപ്പോൾ ഇതേ രീതിയിൽ ഫ്രില്ലെല്ലാം ഒരേ ഗ്യാപ്പായിരിക്കണം വേണ്ടത്. അപ്പോഴാണ് ഭംഗി കിട്ടുന്നത്. ഒന്ന് ചെറുതും വലുതുമായി പോയാൽ ആ ഭംഗി കിട്ടില്ല. അപ്പോൾ ഒരേ അളവ് വെച്ചിട്ട് വേണം നമ്മൾ ചെറുതായിട്ട് ഫ്രില്ലിട്ടെടുക്കാൻ. ഇതാ ഇപ്പം ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അളന്ന് നോക്കണം നമ്മൾ കറക്റ്റാണോ ഇട്ടെടുത്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ എൻ്റെ 33 വരുന്നുണ്ട്. അപ്പോൾ ലൈനിങ്ങിലും ഇതേ രീതിയിൽ നമുക്ക് ഫ്രില്ലിട്ടെടുക്കാവേ. ഇനി ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ലൈനിങ് താഴെയും മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് അത് രണ്ടുകൂടെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ താഴ്ഭാഗവും മുകൾ ഭാഗവും കൂടെ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല താഴ്ഭാഗത്തിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. മുകൾ ഭാഗം കറക്റ്റ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ സിബ് വരുന്നിടത്ത് ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ സിബിന് താഴ്ഭാഗത്തെങ്ങും ലോക്ക് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്ത് തയ്യൽ തുമ്പൊന്ന് മുകളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തേ. ഇനി നമ്മൾ താഴ്ഭാഗത്ത് ആ ഓപ്പൺ ആയ ഭാഗമില്ലേ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ്. മുകളിൽ നിന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്നത്. ഇതേ രീതിയിൽ ലൈനിങ് കയറി സ്റ്റിച്ച് കൊണ്ടു. ഇത് ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ പണി പാടും കേട്ടോ. അപ്പോൾ അതാ ഇതേ രീതിയിൽ ഫുള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തേ. ഇനി മുകളിൽ ആ സ്റ്റിച്ച് പോയ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് വീണിട്ടുണ്ടാവത്തില്ല. അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. ഇനി നമ്മൾ സിബ് വെച്ചില്ലേ, എല്ലായിടത്തും സ്റ്റിച്ച് വീണോന്നൊക്കെ ഒന്നുകൂടെ നോക്കുക. നമ്മൾ ആ സിബ് വെച്ചിടത്ത് ഒരു സ്റ്റിച്ച് അഴിച്ചു വിടാനുണ്ടാവും. ആ സ്റ്റിച്ചൊന്ന് അഴിച്ചു വിടുക. എന്നിട്ട് നമുക്ക് ഹുക്കും അതിൻ്റെ ഹോൾഡൂടെ വെച്ച് കൊടുക്കുക. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ? വായോ. അപ്പോൾ ബിഗിനേഴ്സിന് വരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പുറത്തൂടെ ജസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അകത്തൂടെ ഇട്ട് നോക്കിയിട്ടില്ല ഡെമ്മിക്കകത്ത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു സിമ്പിൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.